ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു ചെമ്പരത്തിയെങ്കിലും കാണും. എല്ലാ വീട്ടിലും ഉണ്ടാകും. പക്ഷേ നമുക്ക് ഇതുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം, എന്തൊക്കെ പ്രയോജനങ്ങളുണ്ടെന്ന് എല്ലാവർക്കും ഒന്നും അറിയില്ല. ചെമ്പരത്തിപ്പൂ വളരെ നന്നായിട്ട് തന്നെ ഉണ്ടാകും നമ്മുടെ ചെമ്പരത്തിയിൽ. അത് നമ്മൾ ഒരു കെയറിങ്ങും കൊടുക്കാറില്ല. സത്യത്തിൽ ചെമ്പരത്തിക്ക് നമ്മൾ വെള്ളം പോലും ഒഴിച്ചു കൊടുക്കാറില്ല. അത് തനിയെ മഴ പെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളവും ഒക്കെ മാത്രം കൊണ്ടാണ് നമ്മുടെ ചെമ്പരത്തി വളർന്നു പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ ചെമ്പരത്തി പൂ കൊണ്ട് എണ്ണ കാച്ചും. ഇപ്പോഴും എണ്ണ കാച്ചാറുണ്ട്. ഞാനൊക്കെ എണ്ണ കാച്ചാറുണ്ട്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ താളി മുടിയിലൊക്കെ തേക്കാൻ നല്ലതാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ചെമ്പരത്തി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു മരം നിൽക്കുന്ന കാണാൻ, പൂത്തുലഞ്ഞ് നിൽക്കുന്ന കാണാൻ എത്ര ഭംഗിയാണെന്നറിയാമോ? ഇപ്പോൾ പല വെറൈറ്റിയിലുള്ള ചെമ്പരത്തികളുണ്ട്, പല കളറിലുള്ള ചെമ്പരത്തികളുണ്ട്. എന്നിരുന്നാൽ പോലും ഈ 5 ഇതളുള്ള ചെമ്പരത്തി നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കാണുന്നത് നല്ലൊരു ഭംഗി തന്നെയാണ്. സാധാരണയായി മുടിയിൽ തേക്കാനുള്ള എണ്ണ കാച്ചുന്നതും ഈ 5 ഇതൾ ചെമ്പരത്തി കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ആ ചെമ്പരത്തി കൊണ്ട് നമ്മൾ എണ്ണ കാച്ചുന്നത്, അതിൻ്റെ എണ്ണയുടെ കളറൊക്കെ നല്ല റെഡ് കളറാണ്. എല്ലാവരും ചെയ്തിട്ടുള്ളവർക്കൊക്കെ അതറിയാം. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്തുമുണ്ട് നല്ലൊരു ചെമ്പരത്തി. അത് എന്നും നിറയെ പൂക്കളുണ്ടാകും ഇതിൽ. ഞാനിവിടെ ഒരു 10-15 പൂക്കൾ ഇറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോ ഇതളുകളായി അടർത്തിയെടുത്ത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അയൺ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്ന നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂവ് ദഹനത്തിന് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ നല്ലൊരു ദാഹശമനി കൂടിയാണ്. അപ്പം നമ്മൾ ഇന്ന് ഇതുകൊണ്ടൊരു നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പം നമുക്ക് ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്കപ്പം ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രം മതി കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം, ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം ഇതിൽ അളന്നൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളം ഒന്ന് ചൂടാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളവും 3 ഗ്ലാസ് വെള്ളവും പഞ്ചസാരയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആദ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പഞ്ചസാര അതിൽ കിടന്നിട്ട് അലിയും. പഞ്ചസാര പിന്നീട് ചേർത്താലും മതി. ഞാനിപ്പോൾ ആദ്യമേ ഇതിന് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കുകയാണ്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 15 പൂവിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പൂവൊക്കെ ഇവിടെ ആദ്യമേ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് പഞ്ചസാര അലിയുന്ന സമയത്താണ് നമ്മൾ ഈ പൂക്കൾ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക്. ഇനി നമുക്ക് ഈ പൂക്കൾ ഇതിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നാണ് തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ പൂവിട്ട് കഴിയുമ്പോൾ പെട്ടെന്നാണത് അതിൻ്റെ കളർ ചേഞ്ച് ആകുന്നത്. കണ്ടോ, അതിലെ കളർ മുഴുവൻ നമ്മുടെ വെള്ളത്തിലേക്ക് ലയിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി ഇളക്കി. ഇപ്പോൾ ഇതിനൊരു വയലറ്റ് കളറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൂവിന് ഒരു വയലറ്റ് കളറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ അത്യാവശ്യം പൂക്കളിലുള്ള കളറെല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് ഇങ്ങനെ അടച്ചു തന്നെ ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് 2 നാരങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ ജ്യൂസിൽ നമ്മൾ നാരങ്ങ നീരും വെള്ളവും പഞ്ചസാരയും ചെമ്പരത്തിപ്പൂവും മാത്രമേ ചേർക്കുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ജ്യൂസാണിത്. പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ചേർക്കാം കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നാരങ്ങയൊക്കെ നമ്മളിവിടെ പിഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ അരിയൊക്കെ പോകാനായിട്ടൊന്ന് അരിച്ചെടുക്കാം. നാരങ്ങയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നാരങ്ങ ചേർത്താലും മതി. ഇനി നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നമ്മളുടെ ചെമ്പരത്തിയുടെ എല്ലാ എസൻസും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോഴൊരു ചെറിയ ചൂടുണ്ട് കേട്ടോ. ചെറിയ ചൂട് വേണം നമുക്ക് ഇത് അരിച്ചെടുക്കുന്ന സമയത്ത്. വല്ലാതെ തണുത്ത് പോകരുത്. അപ്പം നമ്മുടെ പൂക്കളൊക്കെ ഇതിൽ നിന്ന് മാറ്റി എടുത്തു വന്നപ്പോഴത്തേക്കും ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ? ഒരു വയലറ്റ് കളറാണ് നമ്മുടെ ചെമ്പരത്തിയുടെ ജ്യൂസിന് വന്നിരിക്കുന്നത്.
ഇനി നമുക്ക് നാരങ്ങാനീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ജ്യൂസിന് ചെറിയ ചൂട് വേണം കേട്ടോ, വല്ലാണ്ട് എങ്ങ് തണുത്ത് പോകരുത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജ്യൂസിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആകുന്നത് ശ്രദ്ധിച്ചായിരുന്നോ? കണ്ടില്ലേ? ആ വയലറ്റ് കളറിലേക്ക് നമ്മൾ നാരങ്ങാനീര് ഒഴിച്ച സമയത്ത് എത്ര പെട്ടെന്നാണ് അത് നല്ല റെഡ് കളറായെന്ന് നോക്കിക്കേ. ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നല്ല വൈറ്റ് കളറിലുള്ള പാത്രം തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ആ റെഡ് കളർ വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് കാണാൻ എത്ര നല്ല ഭംഗിയാണെന്ന് നോക്കിക്കേ. നമ്മുടെ ജ്യൂസിന് ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. ഇത് ഒന്നുകൂടി തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ ഏകദേശം തണുത്തിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള ചെറിയ കണ്ടെയ്നറിലാക്കി വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ്. അപ്പോൾ 15 പൂവിൽ നിന്ന് ഞാൻ ഇത്രയും ജ്യൂസാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ജ്യൂസിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഐസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കസ്കസ് ഇഷ്ടമാണെങ്കിൽ ഇതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂണിൽ ഞാൻ ഒന്ന് കുതിർത്ത് വെച്ചതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആയി കിട്ടും. ഇത് ഇഷ്ടമുള്ളവർക്ക് ഇത് നമുക്ക് ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് വേണമെങ്കിൽ നമുക്ക് കുടിക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഗ്ലാസ് ജ്യൂസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെയും ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ജ്യൂസാണ്. ചെമ്പരത്തിപ്പൂവ് വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് റെഡിയാക്കാൻ നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചെമ്പരത്തിപ്പൂ ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.